ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മള് ഇന്ന് എന്ത് വീഡിയോ എടുക്കാൻ പോണേ ബാബുജി? അറിയാണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ട്രൂത്ത് ഓർ ഡെയർ അല്ലേ നമ്മൾ എടുക്കാൻ പോകുന്നത്? ട്രൂത്ത് ഓർ ഡെയർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലേ? ബാബുജി ഇന്ന് സത്യങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ് അല്ലേ ബാബുജി? കുറച്ച് സത്യങ്ങൾ ബാബുജിയുടെ വായിൽ ഇങ്ങനെ പറയാൻ പോവാണ്. ആണോ? ഇതൊരു സത്യാണ്. റിയൽ ലൈഫ് അല്ല, റിയൽ ലൈഫ് അല്ല. മിണ്ടത്തില്ല? അതെന്താ മിണ്ടാത്തെ? ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ട്രൂത്ത് ഓർ ഡെയർ ആയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പൊ ബാബുജിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. ബാബുജി സത്യം മാത്രം പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ ബാബുജി? റെഡി അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നന്ദി തുടങ്ങുന്നതിന് മുന്നേ നന്ദി പറയണം. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഞാൻ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ബാബുജിനോട് ചോദിക്കാം. നമുക്ക് ആദ്യം കുറച്ച് സത്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അത് നമുക്ക് ആദ്യം നമുക്ക് സത്യങ്ങൾ പറയാം, ബാബുജിയുടെ വായിൽ കേൾക്കാം. അത് നമുക്ക് ഡയർ ചെയ്യാം. ഓക്കെ, റെഡി ആണോ അല്ലേ? ഓക്കെ, റെഡിയാ ബാബുജി. അപ്പൊ നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബാബുജി. ബാബുജി മമ്മയുടെ വഴക്ക് കേൾക്കാൻ പോകണമെന്നാ? ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ട്രൂത്ത് ആണ് കേട്ടോ അത്. ബാബുജി ഇതുവരെ മമ്മേനോട് നോണ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉറപ്പാണല്ലേ? ട്രൂത്ത് ആണല്ലേ? നോണ പറഞ്ഞിട്ടില്ലല്ലേ ബാബുജി? നോണ പറഞ്ഞിട്ടില്ല എന്നാണ് ബാബുജി പറഞ്ഞേക്കുന്നത്. വിശ്വസിക്കാവോ മമ്മ? ഓക്കെ, വിശ്വസിച്ചു ഞാൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, ബാബുജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് പേരാരൊക്കെയാ? ബാബുജിയുടെ ഫേവറേറ്റ് 3 പേര് ആരൊക്കെയാണ്? പേര് പറയൂ. അതാരാടാ ഞാൻ അറിയാത്തത്? 3 പേരുടെ പേര് പറയൂ. 3 ആൾക്കാരുടെ പേര് പറയൂ. നീ തമാശ കാണിക്കരുത്. ഇപ്പൊ തമാശ കാണിക്കേണ്ട സമയമല്ല, സത്യം പറയേണ്ട സമയം. നിനക്ക് ആരൊക്കെ 3 പേര് ഇഷ്ടം എന്ന് പറ. മമ്മേനൊന്നും ഇഷ്ടല്ല? അപ്പൊ ആരൊക്കെ ഇഷ്ടമുള്ള 3 പേരുടെ പേര് പറയൂ. മമ്മ, അപ്പ, പിന്നെ അമ്മ. 3 പേരുടെ പേര് പറഞ്ഞു. വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? ആരും ഇഷ്ടല്ലേ? ഉറപ്പാ? മറന്നുപോയോ? ബാബുവിന് ഇഷ്ടല്ലേ? ഓക്കെ, 3 പേരുടെ തന്നെ പേര് പറഞ്ഞു. എന്റെ പേര് പറഞ്ഞില്ല, സമാധാനമായി. ഓക്കെ, അതാണ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നുണ്ട് ബാബുജി. ബാബുജിക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു വെജിറ്റബിളിന്റെ പേര് പറയും. ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾ, ഇഷ്ടമുള്ള വേണ്ട. ബാബുജി ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത, കഴിക്കാൻ ഇഷ്ടമല്ലാത്ത വെജിറ്റബിളിന്റെ പേര് പറയും. ക്യാബേജോ? വെരി ഗുഡ്. ഓക്കെ, ബാബുജി ഇതുവരെ ബാബുജിയില് ബെഡില് മുള്ളിയിട്ടുണ്ടോ ഉറങ്ങുമ്പോ? ഉണ്ട്. എപ്പോഴാടാ? മറന്നു പോയോ? ഓർമ്മയുണ്ടോ? മുള്ളിത് ഓർമ്മയുണ്ടോ ബെഡില്? ഇന്നല്ല, കൊറേ ഇതിനെക്കാളും കുഞ്ഞായിരുന്നപ്പോഴാ. ഇപ്പൊ ഒന്നും മുള്ളത്തില്ല അല്ലേ? നല്ല കുട്ടിയായി ഇപ്പൊ. താങ്ക് യു. ആദ്യം അടിച്ചതിന് ഒരു ഉമ്മ കിട്ടി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ ബാബുജിക്ക്? ബാബുജി ചോക്ലേറ്റ് കഴിക്കാറുണ്ടല്ലോ ഇടയ്ക്കൊക്കെ.
വാവച്ചി എപ്പോഴെങ്കിലും മമ്മേനെ കാണിക്കാണ്ട് ചോക്ലേറ്റ് ഒളിച്ച് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? എവിടെ വെച്ചിട്ടുണ്ട്? ഫ്രിഡ്ജിൽ കൊണ്ട് ഞാൻ കാണാണ്ട് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടോ? അടി അമ്പടി കേമി, അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇനി അപ്പോൾ ട്രൂത്ത് ആൻഡ് ഡെയർ നമുക്ക് എപ്പോഴും ചെയ്യാം അല്ലേ? അപ്പോൾ കുറേ ട്രൂത്തൊക്കെ വരും. ആണോടാ കണ്ണ ജാട കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ വാവച്ചെടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മമ്മ? ട്രൂത്താണേ. വാവച്ചിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ ഇല്ലയോ? ഇഷ്ടാ? ഉറപ്പാണ്? അപ്പൊ നാളെ ഞാൻ കൊണ്ട് സ്കൂളിൽ ചേർക്കും. ഓക്കെ ആണ് കേട്ടാ. നാളെ പറയത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. ഉറപ്പാണ് കേട്ടാ. ഇത് എല്ലാവരും കേട്ട് വാവച്ചി നാളെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പോണേ. കരയരുത് സ്കൂളിൽ ഫസ്റ്റ് ഡേ പോകുമ്പോ, കരയാണ്ട് പോണേ കേട്ടാ. ഓക്കെ ആണോ? ഇപ്പഴേ പോവാണോ? അന്നപ്പോ പോലെ അവിടെ സ്കൂളിൽ പോവല്ലേ. വാവച്ചി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഡയറിലോട് ചാടും കേട്ടാ. വാവച്ചിനോട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. വാവച്ചിക്ക് എപ്പോഴെങ്കിലും അമ്മേനോട് ദേഷ്യം തോന്നിട്ടുണ്ടോ? എപ്പോഴാണോ ദേഷ്യം തോന്നിട്ടുള്ളത്? ആര് കുഞ്ഞായപ്പോ? എന്താണ് തോന്നിയേക്കണ ദേഷ്യം? പറയുമ്പോ ഞാൻ നിന്നോട് പറയുമ്പോ നിനക്ക് ദേഷ്യം തോന്നിട്ടുണ്ട് എന്നോട് അല്ലേ? ഓ, ഞാൻ വാവച്ചി മിഠായി കഴിക്കാൻ നേരത്തെ ഞാൻ മിഠായി കഴിക്കില്ലേ എന്ന് പറയുമ്പോ വാവച്ചിക്ക് ദേഷ്യം തോന്നിട്ടുണ്ട്. സത്യമായിരിക്കും. എന്നിട്ട് ആ ദേഷ്യം തോന്നിയപ്പോ എന്നെ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാ? നുള്ളാൻ തോന്നിയാ? ഓ മൈ ഗോഡ്, അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു നിന്റെ കയ്യിൽ നിന്നല്ലേ? ഓക്കെ, വാവച്ചിക്ക് അമ്മയോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? ട്രൂത്ത് ഓർ ഡെയർ ഏതാ ചോദിക്കുന്നത്? ട്രൂത്ത് ചോദിക്കോ? യെസ്, മിഠായിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയല്ലോ. ഇതാണോ? ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻ? എപ്പോ? ഉച്ചക്കല്ല, സോറി, രാത്രി കിടന്നുറങ്ങും. ഇല്ല, കിടന്നുറങ്ങുന്ന എങ്ങനെ വെളിയിൽ പോവാ? ആ, എണീറ്റിട്ട് രാവിലെ വെളിയിൽ പോവാം. രാത്രി ഉറങ്ങി രാവിലെ വെളിയിൽ പോകാൻ പറ്റുള്ളൂ. നല്ല ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞാ നമുക്ക് ഡെയർ ചെയ്താലോ? തുടങ്ങിയാലോ? ഓക്കെ, ഫസ്റ്റ് ചോദ്യമാണ് കേട്ടോ ചോദിക്കാൻ പോകുന്നത്. ഡെയറിൻ്റെ ആണ് കേട്ടാ. വാവച്ചിൻ്റെ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞേ. വാവച്ചി ആരാന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എവിടെയാണ് നിനക്ക്, എവിടെയാണ് പേര്, അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തേ. എന്താണ് ഇവാഞ്ചലിൻസ്? ആ, അങ്ങനെ പറ. ഞാൻ ഇവാഞ്ചലിൻസ് എന്ന് പറയാം. പിന്നെ ഇൻട്രൊഡക്ഷൻ പറയൂ. എന്തൊക്കെയാ ചെയ്യുന്നത്, വയസ്സ് എത്രയാണ്, എന്താ ചെയ്യുന്നത്, പിന്നെ എന്താ ചെയ്യുന്നത്, പിന്നെ എന്താ ചെയ്യുന്ന മോൻ? സ്കൂളിൽ പോവാറുണ്ടോ? അങ്ങനെ പോവാറില്ല. എന്താ പോവാത്തെ? മടിയാണ്. കുറച്ച് മുന്നേ ട്രൂത്തിൽ പറഞ്ഞാണ് സ്കൂളിൽ പോവാന്ന്. പിന്നെ വേറെന്തൊക്കെയാ? അമ്മ എവിടെ, അപ്പ എവിടെ, അമ്മ എന്താ ചെയ്യുന്നത്, അപ്പ എന്താ ചെയ്യുന്നത്, അതൊക്കെ പറയണം സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ. വേണ്ടതൊന്നും അവന് താല്പര്യമില്ല അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാവച്ചിക്ക് ഒരു പാട്ട് പാടാൻ പറ്റുമോ? പറ്റുമോ? പറ്റണം, ബിക്കോസ് ഡെയർ ആണ്. സിംഗ് എ സോങ്. ശരി, ഓക്കെ. ഏത് പാട്ടാ പാടുന്നേ? തമിഴ് പാട്ടാണോ? ഇത് വാവച്ചിയുടെ തന്നെ സോങ് ആണ് തോന്നുന്നു. ഓക്കെ, ഒരു തമിഴ് സോങ് പാടാൻ പറ്റുമോ?
விளையாட போறேன் நோ இப்ப விளையாடக்கூடாது பாட்டு பாடிட்டு தான் போகணும் எதுக்கு பாடு രത്തന്മാരെ പാടിക്കുക നിനക്ക് ഇഷ്ടമുള്ള പാട്ടാണ് രത്തന്മാരെ അതിക്ക് പാടുற രത്തന്മാരെ എന്നാ കണ്ണോ തുമ്പി പാട് ഡയറാണ് ചെയ്യണം മനസ്സിലായി അടി 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 മനസ്സിലായി അതാണ് പാടുന്നേ നല്ല രസമാണല്ലോ ഡാൻസും കളിച്ചില്ല ഗുഡ് ഗേൾ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് വാവച്ചിക്ക് ക്യാറ്റില്ല ക്യാറ്റിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ ക്യാറ്റിന്റെ സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ ക്യാറ്റ് ഇങ്ങനെയാണ് കാണിക്കുന്നത് ഞാന്നല്ലേ കാണിക്കുന്നത് കാണിച്ച് ക്യാറ്റിനെ ഇമിറ്റേറ്റ് ചെയ്യും പൊന്നെ ക്യാറ്റിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ വാവച്ചിക്ക് ക്യാറ്റ് എങ്ങനെയാ കഴിക്കുന്നത് ഓ അങ്ങനെയാണോ ക്യാറ്റ് കഴിക്കുന്നത് ക്യാറ്റ് എങ്ങനെയാണ് മോൻ കഴുകുന്നത് കൈ കൊണ്ടാണോ കഴുകുന്നത് അങ്ങനെയാണോ നെക്സ്റ്റ് ഒരു ഡയറ ചോദിക്കട്ടെ മമ്മ എങ്ങനെ സംസാരിക്കുന്നേ മമ്മ എങ്ങനെ സംസാരിക്കുന്ന വാവച്ചിനെ ദേഷ്യപ്പെടുന്ന എങ്ങനെയാ അമ്മ ദേഷ്യപ്പെടാറുണ്ടോ നല്ല മമ്മയല്ലേ ദേഷ്യപ്പെടാറില്ല ഉറപ്പാണോ സത്യമായിട്ടും ദേഷ്യപ്പെടാറില്ല നല്ല മമ്മയല്ലേ ഓക്കെ അപ്പൊ ലാസ്റ്റ് ഒരു ഡയർ വാവച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം നമുക്ക് വാവച്ചിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം മോഡൽസ് ഒക്കെ നമ്മൾ നടക്കൂലേ ക്യാറ്റ് വാക്ക് ഒക്കെ പോലെ ഫാഷനിൽ നടക്കുന്ന വെളിയിൽ പോയി നടന്ന് കാണിക്കുക ഷുവർ ഈ വാവച്ചി മോഡൽ എങ്ങനെ നടക്കണമെന്ന് കാണിച്ചു തരും ഉറപ്പാണേ കമാൺ ചെയ്യാം വാവച്ചി റെഡിയാണോ നടക്കുവോ മോഡൽ നടക്കുന്ന പോലെ റെഡി തിരിഞ്ഞു വാ ഇങ്ങനെയാണോ മോൾ നടക്കുന്നത് ഇങ്ങനെയാണോ മോഡൽസ് നടക്കുന്നേ ഇത് എന്ത് മോഡലാണ് ഇവാന്റെ മോഡലാണോ ടാറ്റങ്ങ് കൊടുക്കുന്നോ ഓക്കെ ബാ താങ്ക് യു സോ മച്ച് അവച്ച് കാണിച്ചതിന് ആ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ കമന്റ് ചെയ്യാൻ പറ ഇഷ്ടപ്പെട്ടെങ്കിലേ വെൽക്കം അപ്പൊ വാവച്ചിയുടെ മോഡലിന്റെ നടത്തം ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം ഇങ്ങനെയാണ് നടക്കുന്നത് ഇത് എന്ത് മോഡൽ ഏത് മോഡലാണ് ഇത് എന്ത് മോഡലാണോ മതി മതി വാ മതി 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 താങ്ക് യു സോ മച്ച് വാവച്ചിട്ട് നടത്തം എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ വാവച്ചി അപ്പം നല്ല രസമായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ട്രൂത്ത് ഓർ ഡെയർ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് എല്ലാവർക്കും ടാറ്റാ